ഹേ ഗായ്സ്, ദിസ് ഈസ് സോ ജാറീബ് ടാരൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ജൂലൈ മാസം അവസാനിക്കാൻ പോവുകയാണ്. സോ അടുത്ത 30 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എല്ലാം തന്നെ നമ്മൾക്ക് നോക്കാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പൈൽ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഹലോ ഫസ്റ്റ് പൈൽ, അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെ കാര്യങ്ങളാണ് അടുത്ത 30 ദിവസം, ജൂലൈ മാസം അവസാനിക്കുകയാണല്ലേ. സോ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക. ഈ ഒരു റീഡിങ്ങിൽ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് പൈൽ യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് പൈൽ and the first card. Okay, ആദ്യം തന്നെ ദ സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവാണ്, നമ്മൾക്ക് നോക്കാം. ഏസ് ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് 6 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. 3 കാർഡ്സും പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചൊരു ടെൻഷനോ ആൻസൈറ്റി സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ജോബ് റിലേറ്റഡ് അല്ലെങ്കിൽ ജോബ് ഇല്ലാത്തൊരു സിറ്റുവേഷനോ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അറ്റ് പ്രസൻറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചൊരു ഡൗൺ ആയിട്ട് നിൽക്കുന്നൊരവസ്ഥ, എനർജി വൈസ് കുറച്ചൊരു ഡൗൺ ആയിട്ടുള്ളൊരവസ്ഥയാണ് കാണിക്കുന്നത്. നിങ്ങൾ കുറേ കാര്യങ്ങൾ ലൈഫിൽ ശരിയാകാൻ വേണ്ടിയിട്ടോ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ടോ വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, മേ ബി ഒരു ജോബിനോ റിലേഷൻഷിപ്പ് ഫാമിലി ഇഷ്യൂസൊക്കെ സോൾവ് ആകാനോ ട്രാവൽ റിലേറ്റഡ് കാര്യങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അറിഞ്ഞു മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അടുത്ത മാസം എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഇവിടെ എല്ലാ കാർഡ്സും കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴുള്ള ഈ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ആൻസൈറ്റിയും എല്ലാം തന്നെ മാറുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ പേടിക്കാതിരിക്കുക, ടെൻഷൻ ആവാതിരിക്കുക, ഡൗട്ടായിട്ട് ഒന്നിനെയും കാണാതിരിക്കുക. ഇവിടെ ഒരു ട്രാവൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം ഫാമിലിയോട് കൂടി തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകുന്നതായിരിക്കാം ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട്. സോ നിങ്ങൾ ഭയങ്കരമായിട്ട് അതിനെ ഡൗട്ട് ചെയ്യുന്നുണ്ട്, ഇത് നടക്കുമോ, അങ്ങനെ ഒരു ഭയങ്കര ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും മേ ബി പാസ്റ്റ് ലൈഫ് ട്രോമയോ എന്തെങ്കിലും കൊണ്ടായിരിക്കാം ഇത്രയും ഒരു ഡൗട്ട് വരുന്നത്. പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് ഡൗട്ട്ഫുള്ളോട് കൂടി തന്നെ നോക്കുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്നാലും ഇവിടെ നിങ്ങളുടെ അടുത്ത മാസം ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് ഒരു 85% ആൾക്കാർക്കും പോസിറ്റീവായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ടാണ് 85% എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ സൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഒരു പ്രഗ്നൻസി, ഒരു ബേബി ഷവർ, ഒരു മാരേജ്, എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ, നിങ്ങളുടെയോ ഫാമിലിയിലോ ഫ്രണ്ട്സിൻ്റെയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവരുമായിട്ടും ഒരു കണക്ഷൻ, ഒന്നും കൂടി എല്ലാവരെയും മീറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്ന അവസരങ്ങൾ വന്നു ചേരും. അല്ലെങ്കിൽ പണ്ട് പഠിച്ചിരുന്ന സ്കൂളിലെയോ ഒരു മീറ്റപ്പ് പോലെ ഓക്കെ വീണ്ടും എല്ലാവരും കൂടി ഒരു റീയൂണിയൻ നടത്തുന്നതായിരിക്കാം. അല്ലെങ്കിൽ കുറേ നാളായിട്ട് കാണാതിരുന്നൊരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവിനെയോ അങ്ങനെ ഭയങ്കര നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും മീറ്റ് ചെയ്യുന്നതായിരിക്കാം, നേരിട്ട് കാണാനൊരവസരം കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് പോയി ഫാമിലീനെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം, ഫാമിലി നിങ്ങളൊക്കെ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. സോ ഒന്നിച്ചു കൂടുന്നൊരു സിറ്റുവേഷനാണ് കാണാൻ കഴിയുന്നത്.
ഓക്കെ, ഫാമിലിയൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇവിടെ പോസിറ്റീവാണ്. നിങ്ങൾ ഒന്നിക്കാനുള്ളൊരു ചാൻസ്, വീണ്ടും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ, ഒരു വെക്കേഷൻ എന്ന രീതിയിലായിരിക്കാം. ഓക്കെ, കുറച്ച് ദിവസം ട്രാവൽ ചെയ്യാനും ഒരുമിച്ച് നിൽക്കാനും സന്തോഷം പങ്കിടാനും കഴിയുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങളുടെ അടുത്ത 30 ദിവസം പോകുന്നത്. പോസിറ്റീവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, അതിനപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് യെസ് എന്നൊരു ഉത്തരം, അതായത് പോസിറ്റീവായിട്ടുള്ളൊരു യെസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ ഒരു ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്, ഇത് ചെയ്തു തീർക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതെന്നിലേക്ക് വരുമോ, അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു യെസ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നത്. ഏസ് ഓഫ് വാൻസ് ആൻഡ് 6 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര പോസിറ്റീവാണ്. നിങ്ങൾക്ക് എന്താണോ പാഷൻ അതിനനുസരിച്ച് അടുത്ത 30 ദിവസം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. പുതിയ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതോ മെഡിറ്റേഷൻ ചെയ്യുന്നതോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. കുറച്ച് നാളായിട്ട് എനർജി ഡൗൺ ആയിട്ട് എല്ലാം നിർത്തി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സോ ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതോ, ഓക്കെ, അല്ലെങ്കിൽ ഒരു കല്യാണമോ എൻഗേജ്മെൻറ്റോ ഒരു റീയൂണിയൻ, റിലേഷൻഷിപ്പിലൊരു റീയൂണിയൻ നടന്ന് വീണ്ടും അതൊരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതോ, അങ്ങനെ ഭയങ്കര സന്തോഷം തരുന്ന, നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഭയങ്കര ഒരു പാഷൻ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇവിടെ വീണ്ടും റീസ്റ്റാർട്ട് ആകുന്നത്. ഓക്കെ, ആൻഡ് 6 ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്. പലർക്കും കടൽ കടന്നൊരു യാത്ര അടുത്ത 30 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ കടൽ കടന്നു എന്ന് പറയുന്നില്ല, കുറച്ചൊരു ഡിസ്റ്റൻസ്, ഓക്കെ, കുറച്ചൊരു ഡിസ്റ്റൻസ്, നിങ്ങൾ അറ്റ് പ്രസൻറ്റ് ഏത് സ്ഥലത്താണോ ആ സ്ഥലത്ത് നിന്നും ഒരു മാറ്റം കാണിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ, തനിയായിരിക്കാം ചിലപ്പോൾ. സോ അങ്ങനെയൊരു ട്രാവലും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കൂടുതലായിട്ടും ഫാമിലി റിലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ട്രാവൽ വരുന്നത്. ഓക്കെ, സോ അത് നല്ലതിന് വേണ്ടിയിട്ടുള്ളൊരു മാറ്റമാണ്. നിങ്ങൾ മേ ബി കുറേ നാളായിട്ട് പോകണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ച് നിന്നിട്ടുള്ളൊരു യാത്ര തന്നെയായിരിക്കാം. പക്ഷേ അത് നല്ലതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇവിടെ സൺ വന്നിട്ടുണ്ട്, മൂണും വന്നിട്ടുണ്ട് 6 ഓഫ് സോഡ്സിൽ. ഓക്കെ, സോ ഭയങ്കര പോസിറ്റീവാണ്. ഒരു പുതിയ തുടക്കം വരുന്നതായിട്ടും ഇപ്പോഴുള്ള ഒരു ടെൻഷനൊക്കെ മാറിക്കിട്ടുന്നതായിട്ടും, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിലൊരു പോസിറ്റീവ് യെസ് ആണ്. നിങ്ങൾക്ക് എന്താണോ നല്ലത് അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും. ഓക്കെ, പല ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നൊരു സമയമാണ് അടുത്ത 30 ദിവസം. നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. ഫസ്റ്റ് പൈൽ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾക്ക് നോക്കാം ഫസ്റ്റ് പൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടുത്ത 30 ദിവസം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ദ ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് കാർഡ് ഫസ്റ്റ് പൈൽ. പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾക്ക് നോക്കാം. ദ ഫൂൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് കിങ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത 30 ദിവസം ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരു അവസ്ഥയുടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് മേ ബി റിലേഷൻഷിപ്പിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസിലോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ നിങ്ങളെ നെഗറ്റീവാക്കി പറയുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റിനും ഉള്ളതായിട്ടും പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അതിൽ വീഴാതിരിക്കുക എന്നതാണ് നമ്മൾക്ക് അടുത്തൊരു മെസ്സേജായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മേ ബി എന്തെങ്കിലും ക്യാഷിൻ്റെ കാര്യങ്ങളോ റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തായിരിക്കാം ഒരു സ്പ്ലിറ്റ് ആക്കണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. ഓക്കെ, സോ അടുത്ത 30 ദിവസം എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് നല്ലതാണ്. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കാം വേറൊരു പേഴ്സൺ. റിലേഷൻഷിപ്പിലിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയെ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കാം, ഫാമിലിയോ ഫ്രണ്ട്സോ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇഷ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത്, ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേറ്റീവ്സിൽ തന്നെ ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ കാരണം നിങ്ങൾ കുറച്ച് വിഷമിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നിന്നു കൊടുക്കാതിരിക്കുക. അതാണ് നമ്മൾക്കിവിടെ ചെയ്യാൻ കഴിയുന്നത്. എന്തുകൊണ്ട് നമ്മൾ ടാരോ കാർഡ് റീഡിംഗ് കാണണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പല കാര്യങ്ങളും ഇതിലൂടെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ മാറ്റിയെടുക്കാൻ സിമ്പിളായിട്ട് നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ.
നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുക. ഇങ്ങനെ കാർഡ്സിൽ കാണുമ്പോൾ ഓപ്പണായിട്ട് നമ്മളുടെ അടുത്ത പ്ലാൻസോ കാര്യങ്ങളോ ആരുടെടുത്തും ഷെയർ ചെയ്യാതിരിക്കുക. അടുത്ത് നമ്മൾ ഇന്നത് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. റിലേഷൻഷിപ്പ് മാക്സിമം പ്രൈവറ്റായിട്ട് ഒരു പ്രൈവസി കീപ്പ് ചെയ്യുക. ഓക്കെ, എല്ലാം ഫുള്ളി ഓപ്പണായിട്ട് എല്ലായിടത്തും ഷെയർ ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കോമൺ ഫ്രണ്ട്സ് ആരും ആയിക്കോട്ടെ, അധികം ആരുടെടുത്തും ഓപ്പണായിട്ട് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഓപ്പണായിട്ട് പറയാൻ നിൽക്കാതിരിക്കുക. അത് വീണ്ടും ഒരു പ്രശ്നത്തിലേക്കായിരിക്കും പോകുന്നത്. സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത 30 ദിവസം ഫസ്റ്റ് കാർഡിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ റിലേഷൻഷിപ്പിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ കൂടുതലൊരു ഇഷ്ടം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്. നിങ്ങൾ ഇപ്പോൾ സ്മൂത്ത് ഗോയിങ് ആയിക്കോട്ടെ, സെപ്പറേഷനിലായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഭയങ്കര ഒരു കണക്ഷൻ ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. മേ ബി ഒരു സെപ്പറേഷനോ നോ കോണ്ടാക്റ്റ് ഒക്കെ വരുമ്പോഴായിരിക്കാം നിങ്ങളുടെ വെർത്ത് അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചിരുന്ന സമയമോ മെസ്സേജ് അയച്ചിരുന്നതോ എത്രത്തോളം കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയമായിരിക്കാം അടുത്ത 30 ദിവസം. ഓക്കെ, സോ അങ്ങനെ ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങളുടെ വ്യക്തിക്ക് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ വ്യക്തി ഒരു ചീറ്റിംഗ് എനർജി ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു മാസമായിരിക്കും ഈ ഒരു റീഡിങ് ഫുള്ളായിട്ട് കാണാം. നമ്മൾക്ക് ബാക്കിയും കൂടി എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. ആ ഒരു നെഗറ്റീവ് എനർജി ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ചെറിയൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പ്രസൻറ്റ് നിൽക്കുന്നത്, എനർജി ഇവിടെ ഡൗൺ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് മാറിക്കിട്ടാനായിട്ട് പോകുന്നത്. സോ അത് ഭയങ്കര പോസിറ്റീവാണ്. അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നിന്ന് കൊടുക്കാതിരിക്കുക. റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സണ് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നു. അത് വാട്ടെവർ, ഇപ്പോൾ സ്മൂത്ത് ഗോയിങ്ങോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനോ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണ് എന്നതാണ് കാർഡ്സിൽ കാണിക്കുന്നത്. നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. ഫസ്റ്റ് പൈൽ യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് പൈൽ കിങ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അതേപോലെ 3 ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത 30 ദിവസം നിങ്ങൾക്ക് ഫ്യൂച്ചറിലോട്ടുള്ള പല പ്ലാൻസും ഐഡിയാസൊക്കെ മൈൻഡിലോട്ട് വരുന്നൊരു സമയമായിരിക്കും. ചിലപ്പോൾ ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്തിലേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ എന്ത് ജോലിയായിരിക്കും എനിക്ക് കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ അങ്ങനെ ഒരു ഫ്യൂച്ചർ പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, കരിയർ വൈസ് കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നതിനെ പറ്റിയിട്ടോ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് എന്തെങ്കിലും വസ്തുവോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുന്നൊരു സിറ്റുവേഷൻ, അതിൻ്റെ പ്ലാനോ കാര്യങ്ങളോ ആയിരിക്കാം. ട്രാവൽ റിലേറ്റഡ് പ്ലാൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. റിലേഷൻഷിപ്പ് വൈസ് പറയുകയാണെങ്കിൽ അടുത്തൊരു ആക്ഷൻ എന്തായിരിക്കും വരുന്നത് ആ ഒരു പേഴ്സണിൽ നിന്ന്, അല്ലെങ്കിൽ എന്തായിരിക്കും അടുത്തത് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ സൈഡ് ക്ലിയർ ആക്കുന്ന ഒരു സിറ്റുവേഷനും എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ സെപ്പറേഷനോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡ് പറഞ്ഞ് ക്ലിയർ ചെയ്ത് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുന്ന ഒരു സിറ്റുവേഷൻ, എങ്ങനെ ആ ഒരു പേഴ്സണായിട്ട് വീണ്ടും റീകൺസിലേഷൻ സംഭവിക്കാം എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതലായിട്ടും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെ ഈഗോ എല്ലാം മാറ്റി അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് കാണാൻ നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിച്ച് ആ ഒരു പേഴ്സണെ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കൊരു കോൾ മെസ്സേജ് ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പല കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നൊരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ഓക്കെ, അതെല്ലാം നടക്കട്ടെ. പോസിറ്റീവ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ വർക്കൗട്ട് ആവട്ടെ, പോസിറ്റീവായിട്ട് തന്നെ അട്രാക്റ്റ് ആകട്ടെ. അടുത്ത 30 ദിവസം ഹെൽത്ത് വൈസ് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂ, ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു കെയറോ കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുക. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾസും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അടുത്ത 30 ദിവസം ക്യാഷ് വരും, പക്ഷെ അതിനനുസരിച്ച് തന്നെ ചിലവും ഉണ്ടായിരിക്കും. എത്ര വരുന്നോ അത് ഫുള്ളായിട്ട് ചിലവായി പോകുന്നൊരു സിറ്റുവേഷൻ എന്ന് നമ്മൾക്ക് ചുരുക്കം പറയാൻ സാധിക്കും. ഓക്കെ, സോ അതാണ് നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു സേവിങ്സ് എന്ന രീതിയിൽ കുറച്ചൊന്ന് ചിലവ് ചുരുക്കേണ്ട ഒരു ആവശ്യം കാണിക്കുന്നുണ്ട്.
എക്സ്പെൻസ് കൂടുതലായിരിക്കും. ക്യാഷ് വരും, ക്യാഷ് ഫ്ലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ക്യാഷ് വരുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് അത് ചിലവായി പോകുന്നൊരവസ്ഥയും കാണാൻ കഴിയുന്നുണ്ട്. ഒന്നും സേവ് ചെയ്യാനോ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകാൻ ഭയങ്കര ഒരു പാടുപെടുന്നൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് അടുത്ത 30 ദിവസം. ഓക്കെ, അത് കഴിഞ്ഞുള്ള കാര്യം നമ്മൾക്ക് പിന്നെ നോക്കാം. സെപ്റ്റംബർ മന്ത് റീഡിങ്ങിലേക്ക് നോക്കാം. അടുത്ത 30 ദിവസം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് കാർഡ്സിൽ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ആരുമായിട്ടും ഒരു ഓവർ അറ്റാച്ച്മെൻറ്റിന് പോകാതിരിക്കുക. അത് നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കൊണ്ടുതരും എന്നതാണ് 3 ഓഫ് സോഡ്സ് കാർഡ്സിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഓവർ അറ്റാച്ച്മെൻറ്റ് ആരുമായിട്ടും, പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിലോ ഫാമിലിയിലോ അങ്ങനെ ഭയങ്കര ഒരു അഡിക്ഷൻ പോലെ. അറ്റാച്ച്മെൻറ്റ് നല്ലതാണ്, പക്ഷേ ഒരു അഡിക്ഷൻ പോലെ വരുമ്പോൾ അത് പല ഇഷ്യൂസിലേക്കും കൊണ്ടെത്തിക്കും. ഓക്കെ, സോ അത് നിങ്ങൾക്ക് തന്നെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്യും എന്നതും കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്തോളാം. പിന്നെ ഒന്നിനെപ്പറ്റിയും നിങ്ങൾ ടെൻഷൻ ആവേണ്ടതായിട്ടോ വീണ്ടും ചിന്തിക്കേണ്ടതായിട്ടോ എന്താകുമെന്ന് ആലോചിക്കേണ്ടതായിട്ടോ ഒന്നുമില്ല. റിലേഷൻഷിപ്പോ കാര്യങ്ങളോ, ആ ഒരു പേഴ്സൺ വരുമോ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുക, എഴുതിയിട്ട് മാനിഫേസ്റ്റ് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം, മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, അപ്പോൾ തന്നെ പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കും. ഓക്കെ, സോ അത് തന്നെയാണ് ഒരു ടിപ്പ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ബാക്കിയൊക്കെ നമ്മളിലേക്ക് വന്നുള്ളൂ തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ നെഗറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഓവർ തിങ്ക് ചെയ്ത് നമ്മളുടെ ടൈം പോകുന്നുണ്ട്. മേ ബി ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകാം. ഹെൽത്ത് ഇഷ്യൂസ് വരാം. നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമ്മളൊരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും അല്ലേ? സോ അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു അഡിക്ഷൻ എന്ന രീതിയിൽ ഒരു വ്യക്തികളുടെ അടുത്തും ഒരു അഡിക്ഷൻ എന്ന രീതിയിൽ പോകാതിരിക്കുക, അതും ശ്രദ്ധിക്കണം. നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. First pile, Universe, Angels, Divine. First pile, പോസിറ്റീവായിട്ടിരിക്കുക, നമ്മൾക്ക് നോക്കാം. First pile, ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ദ ഹെറോഫൻ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഇത് ചിലപ്പോൾ ഒരു 10% ആൾക്കാർക്ക് ഞാൻ അടുത്തതായി പറയാൻ പോകുന്ന കാര്യം റെസനേറ്റ് ആകാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ അത് ഫുള്ളായിട്ട് കേൾക്കുക. ഭയങ്കര ഒരു വേഴ്സ് സിറ്റുവേഷൻ, ഭയങ്കര ഒരു ഡിപ്രഷൻ, ആൻസൈറ്റി, ഭയങ്കരമായിട്ടൊരു ഡൗൺ ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോയിട്ടുള്ളവർക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ഹെൽപ്പ് കിട്ടും. തീർച്ചയായിട്ടും ഒരു ഡിപ്രഷൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്യാഷിൻ്റെ ഒരു പ്രശ്നങ്ങളോ, സാമ്പത്തിക പ്രതിസന്ധി, റിലേഷൻഷിപ്പിലും ഒരുപാട് നാളായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനും സെപ്പറേഷനും ഒക്കെ നിങ്ങളെ മെൻ്റലി എത്രത്തോളം ഡെപ്തിൽ ഡൗൺ ആക്കിയിട്ടുണ്ടോ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ സാധിക്കും. പാസ്റ്റ് ലൈഫ് ട്രോമാസ് ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചറിവ് വരുന്നൊരു സമയമായിരിക്കും. ഇവിടെ സ്റ്റക്കായി നിൽക്കരുത്, മുന്നോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് തോന്നിത്തുടങ്ങുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾക്ക് തന്നെ മാറണം എന്നൊരു തോന്നൽ വന്നു തുടങ്ങുന്നൊരു സമയമായിരിക്കും. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റിയൊക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒറ്റ ദിവസം കൊണ്ട് മാറുന്നു എന്നല്ല, പക്ഷേ അടുത്ത 30 ദിവസം നിങ്ങൾക്ക് ഭയങ്കര ഒരു ടേണിംഗ് പോയിൻ്റ്, ഒരു ബേബി സ്റ്റെപ്പെങ്കിലും നിങ്ങൾ എടുത്തു വെക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കോ മെഡിറ്റേഷനോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ക്ലോസ് ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടോ, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ടോ, നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെയോ ആ ഒരു ഭയങ്കര ഒരു എന്താ പറയുക അത്രത്തോളം പോസിറ്റീവായി നിങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സഹായം, ഒരു ഹെൽപ്പ് യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്നു. എന്താണോ നിങ്ങളുടെ പ്രശ്നം, ഓക്കെ, അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുള്ളൊരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. ആ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണ്, അല്ലെങ്കിൽ ലൈഫ് ലോങ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടേതല്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. അതിലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ലൈഫിൽ ചെയ്തു തീർക്കാനുണ്ടായിരിക്കാം. ഓക്കെ, മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുക. നിങ്ങൾക്കൊരു ഉത്തരം കിട്ടാൻ പോകുന്നൊരു സിറ്റുവേഷൻ, ആ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമ ഉണ്ടെങ്കിൽ ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ പറ്റുന്നൊരവസ്ഥയും കാണാൻ കഴിയുന്നുണ്ട്. ഒരു പുതിയ തുടക്കം, നിങ്ങളുടെ എനർജി ഫുള്ളായിട്ട് ചേഞ്ച് ആകുന്നു. ഓക്കെ, അത്രയും ഡിപ്രഷനിലും അത്രയും ഡൗൺ ആയി പോയവർക്ക് പോലും ഈ ഒരു ഫസ്റ്റ് പൈലിൽ എന്തുമാത്രം പോസിറ്റീവ് എനർജിയാണ്. അടുത്ത 30 ദിവസം കംപ്ലീറ്റ് ആയിട്ടെന്നല്ല, എന്നാലും ഒരു ബേബി സ്റ്റെപ്പെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് നിങ്ങൾ സ്റ്റക്കായിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ
ഒരു മാറ്റമെങ്കിലും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ഭയങ്കര പോസിറ്റീവാണ്. ആൻഡ് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസത്തെയും റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 66 66 666 ഏഞ്ചൽ നമ്പേഴ്സ് കാണുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കിയെല്ലാം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഓവർ തിങ്ക് ചെയ്ത് പോകാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കുറേയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് കുറേയും കൂടി ബെറ്ററായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ, ബെറ്റർ റിസൾട്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. 5 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ നടുക്കുവെട്ട അവസ്ഥ എന്ന് ഞാൻ ഒരു ചുരുക്കി പറയാനായിട്ട് സാധിക്കും. അങ്ങോട്ടേക്കാണോ ഇങ്ങോട്ടേക്കാണോ എന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഓക്കെ, എത്രത്തോളം നിങ്ങൾ ഇതിൽ ട്രസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സിൽ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടും. സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഹലോ സെക്കൻഡ് പൈൽ, നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പൈൽ നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് പൈലും പോസിറ്റീവായിട്ട് തന്നെ കിട്ടട്ടെ. നമുക്ക് നോക്കാം അടുത്ത 30 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ആൻഡ് ദി ഫസ്റ്റ് കാർഡ്, ഓക്കെ, 9 ഓഫ് സോർഡ്സ്. നിങ്ങൾക്ക് എന്താണ് കുറച്ച് വിഷമത്തിൽ നിൽക്കുന്നൊരു സിറ്റുവേഷൻ. ഓക്കെ, വീണ്ടും 4 ഓഫ് കപ്സ് ആണല്ലോ കിട്ടിയിട്ടുള്ളത്. ഒരു ക്ലാരിറ്റി കിട്ടാത്ത സിറ്റുവേഷൻ നമ്മൾക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അറ്റ് പ്രസൻറ്റ് അത്രയ്ക്കൊരു ഹാപ്പി അല്ല എന്നത് കാണിക്കുന്നുണ്ട്. ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 7 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പല കാര്യങ്ങളും സ്റ്റക്കാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ജഡ്ജ്മെൻ്റൽ സിറ്റുവേഷനാണ്, ഒരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥയാണ്. ഒരു സ്പിരിച്വൽ വെയിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആദ്യത്തെ കാർഡ് തന്നെ നോക്കൂ, 9 ഓഫ് സോഡ്സ് ആണ്. ആ ഒരു ബെഡിലായിട്ട് ഒരു കുട്ടി ഇരുന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്, അല്ലേ? സോ തീർച്ചയായിട്ടും ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരവസ്ഥ. ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നു, ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. ഓക്കെ, സന്തോഷിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ചുറ്റിനുമുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിനുള്ളിൽ പല വിഷമങ്ങളുമുണ്ട്. മേ ബി ആരുടെടുത്തും ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സബ്ജക്റ്റ് ആയിരിക്കാം. ഓക്കെ, ആരുടെടുത്തും ഫാമിലിയിലോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആരുടെടുത്തും ഷെയർ ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. പേഴ്സണലി നിങ്ങൾക്ക് മാത്രമായി അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ആരുടെടുത്തും ഫുള്ളി നിങ്ങൾക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനോ ഒന്നും കഴിയുന്നില്ല. മേ ബി അഭിനയിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് എല്ലാവരുടെയും മുന്നിൽ. ഓക്കെ, എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വിഷമം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ആൻഡ് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. പല കാര്യത്തിൻ്റെയും ഒരു ക്ലാരിറ്റി ഇല്ല എന്നതും നിങ്ങളുടെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഒരു തീരുമാനം യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്കൊരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങൾ സ്പിരിച്വൽ വെയിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഒരു സ്പിരിച്വൽ ജേർണിയിലാവാനുള്ളൊരു ചാൻസും കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ടർഫ്ലൈസ്, റെയിൻബോസ് ഒക്കെ അടുത്ത 30 ദിവസം നിങ്ങൾ ഒരുപാട് കാണും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ചൊന്നൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ആരുടെടുത്തും ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത ഇഷ്യൂസാണ് നിങ്ങളെ ഭയങ്കര ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ക്ലോസ് ആയിട്ട് ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് ഒന്നും ആരുടെടുത്തും ഷെയർ ചെയ്യാൻ പറ്റാതെ കംപ്ലീറ്റ്ലി സ്റ്റക്കാണ്. എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. 7 ഓഫ് കപ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത 30 ദിവസം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഒരുപാട് അവസരങ്ങളും വന്നു ചേരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു നെഗറ്റീവ് എനർജി മാറ്റാത്തത് കൊണ്ട് തന്നെ അത് അട്രാക്റ്റ് ആവില്ല. ഓക്കെ, അത് നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് ആ ഒരു അവസരങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുകയും അത് നിങ്ങളുടെ ലൈഫിലൊരു സന്തോഷം കൊണ്ടു തരികയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ആ ഒരു 7 ഓഫ് കപ്സ് കാർഡിൽ പല രീതിയിലും ഇപ്പോൾ സ്റ്റഡീസോ അല്ലെങ്കിൽ നല്ലൊരു ജോലി, നല്ലൊരു കല്യാണമോ കാര്യങ്ങളോ, ഓക്കെ, ഒരു ഫ്യൂച്ചർ സ്പൗസ്,
റിലേഷൻഷിപ്പിൽ തന്നെ റീകൺസിലേഷൻ, ഒരു ഹെൽത്ത് ആയിരിക്കാം, എന്ത് തന്നെ ആയാലും പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കാം, പല ആവശ്യങ്ങളായിരിക്കാം, അത് എന്ത് തന്നെ ആയാലും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ നെഗറ്റീവായിട്ട് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിനോടും ഒരു താല്പര്യവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾക്കൊരു യൂണിവേഴ്സൽ മെസ്സേജ് കിട്ടുന്നത്, ഈ ഒരു നെഗറ്റീവ് എനർജി മാറ്റിയെടുത്താൽ തന്നെ നിങ്ങളുടെ പാതി പ്രശ്നങ്ങൾ തീർന്നു എന്നതാണ്. അറ്റ് പ്രസൻറ്റ് ഹാപ്പി അല്ല, സന്തോഷം, നമ്മൾ എങ്ങനെ സന്തോഷിക്കണം അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അറ്റ് പ്രസൻറ്റ് സന്തോഷമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ഓക്കെ, അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് പോയത് കൊണ്ട് ഒരു നമ്മുടെ സമയം പോകുന്നു എന്നല്ലാതെ പ്രത്യേകിച്ചൊരു ഗുണങ്ങളും അതിൽ നിന്നുണ്ടാകുന്നില്ല. ചിന്തിക്കണം ആവശ്യത്തിന് മാത്രം, അല്ലാതെ ഫുൾ ടൈം ഭയങ്കര ഇത് അത്രത്തോളം ഡൗൺ ആയി നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഒരുപാട് അഭിനയിച്ച് അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആരുടെ ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് കൊണ്ടുപോകുന്നൊരു പേഴ്സൺ. മേ ബി മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് ഈ ഒരു സെയിം സിറ്റുവേഷനിലൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരിക്കത്തില്ല. അതും ഒരു പ്രശ്നമാണ്. ഓക്കെ, സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. സെക്കൻഡ് പൈൽ യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. സെക്കൻഡ് പൈൽ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾക്ക് നോക്കാം. സെക്കൻഡ് പൈൽ ടെൻ ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്. 2 ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ദ മൂൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത 30 ദിവസം ഫാമിലി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സന്തോഷമാണ്, പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഫാമിലി ഇഷ്യൂസോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലോ വീട്ടിലാരെങ്കിലുമൊക്കെ തമ്മിൽ കലഹങ്ങളോ വാക്ക് തർക്കങ്ങളോ റിലേഷൻഷിപ്പ് ഇഷ്യൂസോ, ഓക്കെ, അതിലെല്ലാം ഒരു മാറ്റം വന്ന് കുടുംബത്തിലൊരു സമാധാനം വരുന്നൊരു സിറ്റുവേഷൻ, ഓക്കെ, വീട്ടിലൊരു സമാധാനം വരുന്നൊരു സിറ്റുവേഷൻ, ഫാമിലി ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ട് പോകുന്നൊരവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളില്ലാത്തവരാണെങ്കിൽ ഒരു പ്രഗ്നൻസി കാര്യങ്ങൾ അങ്ങനെ പോസിറ്റീവായിട്ട് ഫാമിലി റിലേറ്റ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. മേ ബി റിലേഷൻഷിപ്പിലായിരിക്കാം ഒരു ക്ലാരിറ്റി കിട്ടാത്ത സിറ്റുവേഷൻ, ഓവർ തിങ്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്നൊരവസ്ഥ, കാര്യങ്ങൾ ഒന്നിലധികം കാര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. രാത്രി സമയങ്ങളിലൊക്കെ ഒരുപാട് ഡൗൺ ആയിട്ടിരിക്കുന്നൊരവസ്ഥ. അടുത്ത 30 ദിവസം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഓക്കെ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മൂണുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് മൂണിനെ കാണുമ്പോൾ ഭയങ്കര ഒരു എനർജി, ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യും. എനിക്ക് നോർമലി ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മൂണിനെ കാണുന്ന സമയത്തൊക്കെ തന്നെ ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്. അല്ലാതെയും പോയി നോക്കാറുണ്ട്. എന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ പെട്ടെന്ന് നമ്മൾ മൂണിനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് പോകാറുണ്ട്. ഓക്കെ, ഭയങ്കരമായിട്ട് സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ഫുൾ മൂൺ ഡേയിലൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റ് ആകും. ഏഞ്ചൽ നമ്പേഴ്സ് 2222 222 ഒക്കെ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ 999 പാറ്റേൺ, ഓക്കെ, ഇപ്പോൾ 999 ആയിരിക്കാം, അല്ലെങ്കിൽ 9999 ആയിരിക്കാം. ഈ ഒരു പാറ്റേൺ ഒക്കെ കാണും ഒരു സിറ്റുവേഷൻ എൻഡ് ആയതിനു ശേഷം വരുന്നൊരു പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്ന ഏഞ്ചൽ നമ്പേഴ്സാണ്. ഓക്കെ, ആൻഡ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു 6-9 രീതിയിലുള്ള നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സും ഉണ്ട്, മിറർ നമ്പേഴ്സും ഉണ്ട്. ഞാനൊരു വീഡിയോ ചെയ്യാം, സമയം കിട്ടിയില്ല, അതാണ് പ്രശ്നം. സോ 6-9 പാറ്റേൺസൊക്കെ വരികയാണെങ്കിൽ പാസ്റ്റിലുണ്ടായിരുന്ന ട്രോമാസൊക്കെ ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അത് ഹീൽ ചെയ്യണം എന്നതിൻ്റെ ഒരു സൂചനയാണ്. പാസ്റ്റ് ലൈഫ് ട്രോമ നിങ്ങൾക്കുണ്ട് എന്നതും അത് ആ ഒരു നമ്പർ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ അത് ഹീൽ ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അടുത്ത കാര്യങ്ങളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് നടക്കുന്നത്. ഇവിടെ ഒരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു വസ്തു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണിക്കുന്നു. കുറേ നാളായിട്ട് നിങ്ങളുടെ ആഗ്രഹം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹം
പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് നടപ്പിലാക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ, കുറേ നാളായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നൊരു കാര്യം കോടതി ബേസ് ചെയ്തിട്ടോ വസ്തു റിലേറ്റഡ് ആയിട്ടോ വീട് റിലേറ്റഡ് ആയിട്ടോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇങ്ങനെ നടക്കണം, ഒരു പ്ലാൻ ഉണ്ടായിരിക്കുമല്ലോ, അതിനനുസരിച്ച് അത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ കഴിയുന്നത്. ആൻഡ് വേറൊരു പ്രശ്നം, നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. മേ ബി റിലേഷൻഷിപ്പിലായിരിക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന അത്രയും ആ ഒരു പേഴ്സൺ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ 2 ഓഫ് സോഡ്സ് കാർഡ്സിൽ ഞാൻ കാണുന്നു. അങ്ങനെ ഉണ്ടോ? ആ ഒരു ചിന്ത ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് സ്ട്രോങ്ലി. നിങ്ങളെ ആർക്കും സ്നേഹിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആരും സ്നേഹിക്കുന്നില്ല, ഒറ്റപ്പെട്ട അവസ്ഥ, അതാണ് ഫുള്ളായിട്ട് കാണിക്കുന്നത് കാർഡ്സിൽ. ഇത്രയും കാർഡ്സ് എടുത്തതിൽ ഒറ്റപ്പെട്ടൊരവസ്ഥ, ആരൊക്കെ ചുറ്റുമുണ്ടോ, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ കഴിയുന്നില്ല, ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ സ്പിരിച്വൽ വെയിൽ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. സെക്കൻഡ് പൈൽ യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. സെക്കൻഡ് പൈൽ പോസിറ്റീവായിട്ടിരിക്കുക. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ മെസ്സേജസ് ആണ്? സെക്കൻഡ് പൈൽ നോക്കാം. 9 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ട്രാവൽ റിലേറ്റഡ് പ്ലാൻസ് ഉണ്ടെങ്കിൽ അത് പോസിബിളാണ്. അടുത്ത 30 ദിവസത്തിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഈ ഒരു സെക്കൻഡ് പൈലിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിലും ട്രാവൽ പോസിറ്റീവായിരുന്നു. അത് മേ ബി എന്തെങ്കിലും സ്റ്റഡീസ് അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിരിക്കാം, ഫാമിലി ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ട്രിപ്പ് പോകുന്നതായിരിക്കാം, ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ. ഒരു ട്രാവൽ കാണിക്കുന്നുണ്ട്, ഒരു ലോങ് ഡിസ്റ്റൻസ്, പ്രത്യേകിച്ചും കടൽ കടന്നോ അങ്ങനൊരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ഇവിടെ 9 ഓഫ് കപ്സ് കാർഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് നൈറ്റ് ഓഫ് വൺസ് ആണ്. നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടി പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. എന്താണ് ശരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്രത്തോളം നിങ്ങൾക്കാരെയും ഫേസ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ് കാർഡ്സിൽ കാണിക്കുന്നത്. പക്ഷേ എത്രത്തോളം പോസിറ്റീവായിട്ടാണ് അടുത്ത മാസം പോകാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി റിലേറ്റഡ് എല്ലാം പോസിറ്റീവാണ് കാണിക്കുന്നത്. ഫാമിലി ഇഷ്യൂസോ വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറാനുള്ളൊരു ചാൻസാണ് അടുത്ത 30 ദിവസത്തിൽ കാണാൻ കഴിയുന്നത്. ട്രാവൽ റിലേറ്റഡ് പോസിറ്റീവാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് നിങ്ങളൊരു സ്പിരിച്വൽ വെയിൽ വരുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്നും മാറിയിട്ടുള്ളത്. സോ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. സെക്കൻഡ് പൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടുത്ത 30 ദിവസം വരാൻ പോകുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്? സെക്കൻഡ് പൈൽ 3 ഓഫ് പെൻറ്റിക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ബോട്ടം 8 ഓഫ് കപ്സും ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു നഷ്ടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. റിലേഷൻഷിപ്പിലോ ഫാമിലി മെമ്പേഴ്സിലോ ആരെങ്കിലോ അങ്ങനൊരു നഷ്ടം, അല്ലെങ്കിൽ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടായിരിക്കാം, ഒരു സെപ്പറേഷൻ കാര്യങ്ങളിലായിരിക്കാം. സോ അത് നിങ്ങളെ ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, റിലേഷൻഷിപ്പിലോ അല്ലാതെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ടുള്ളൊരവസ്ഥ, വേറൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ, അത് കാരണം ഇത്രത്തോളം നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയുമാണ് കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലാക്ക് മാജിക് എന്ന് കേൾക്കുമ്പോൾ പേടിക്കാതിരിക്കുക എന്നതാണ് അതിന് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു കാര്യം കേൾക്കുമ്പോൾ അതിനെ പേടിക്കാതിരിക്കുക. എന്തിനു പേടിക്കണം? അതിനെ പേടിക്കാതിരിക്കുക. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ബ്ലാക്ക് മാജിക്കിനെതിരെ എന്ത് ചെയ്യാം. നമ്മളായിട്ടൊന്നും ചെയ്യാൻ പോകാതിരിക്കുക, യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക, പേടിക്കാതിരിക്കുക. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മളുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ മുന്നോട്ടേക്ക് മാക്സിമം ഹാപ്പി ആയിട്ട് തന്നെ ചെയ്യുക. ആൻഡ് ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക്, പുതിയൊരു ജോലിയൊക്കെ നോക്കുന്നവർക്ക് അടുത്ത 30 ദിവസം പോസിറ്റീവാണ്. ഒരു മാരേജ് എൻഗേജ്മെൻ്റ് ഒക്കെ നോക്കുന്നവർക്കും ആ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യാനുള്ളൊരു ചാൻസോ നേരിട്ട് കണ്ട് സംസാരിക്കാനോ നല്ലൊരു പ്രപ്പോസൽ വരുന്നൊരു സമയമായിട്ട് നിൽക്കുന്നുണ്ട്. 3 ആഴ്ച ആ ഒരു സമയമൊക്കെ ഭയങ്കര ഒരു നല്ല ടൈമായിട്ട് നിൽക്കുന്നുണ്ട്. ഏസ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്.
സോ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ നോ കോണ്ടാക്ട് സെപ്പറേഷൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. റീകൺസിലേഷൻ, റീയൂണിയൻ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ, റിലേഷൻഷിപ്പ് മാത്രമെന്ന് പറയുന്നില്ല, നിങ്ങൾ ആരെങ്കിലുമായിട്ടൊരു വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒരു ഡിസ്റ്റൻസോ വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഒരു വീട് പണിയൊക്കെ തുടങ്ങാനുള്ളൊരു ചാൻസ്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ചാൻസ്, നിങ്ങളുടെ ഹോബി ആയിരിക്കാം. ഒരു പുതിയ തുടക്കം, ചെറിയൊരു കാര്യമെങ്കിലും ആയിക്കോട്ടെ, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു. അതിൻ്റെ പല പ്ലാനും നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ കോൾ മെസ്സേജൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ച്. ആൻഡ് 4 ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത്. റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടൊരു നോ കോണ്ടാക്ട് സെപ്പറേഷനൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിർത്തുക. നിങ്ങൾക്ക് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനോ തിരിച്ച് റിപ്ലൈ തരാനോ ഉള്ളൊരു ചാൻസ് ഇല്ല. നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നവർക്കാണ് ഇവിടെ റിസൾട്ട്. ഓക്കെ, സോ ഒരു സ്പ്ലിറ്റായി പോയൊരു സിറ്റുവേഷൻ റിലേഷൻഷിപ്പിലുണ്ട്. സോ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അടുത്ത 30 ദിവസത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പർ വേയിൽ ഒരു കമ്മ്യൂണിക്കേഷനോ ഒരു ഉത്തരമോ ഒരു ക്ലാരിറ്റി ആയിരിക്കാം നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. അത് കിട്ടാനുള്ളൊരു ചാൻസ് ഇല്ല. കുറച്ച് സമയം അനുവദിച്ച് കൊടുത്താൽ ആ ഒരു പേഴ്സണായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് റൈറ്റ് ടൈമിൽ, ഡിവൈൻ ടൈമിൽ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വന്ന് ഒരു ആക്ഷൻ എടുക്കുന്ന സിറ്റുവേഷനിലേക്ക് പോകും. ഒരു സമയമാണ് നിങ്ങൾ ഇവിടെ അനുവദിച്ചു കൊടുക്കേണ്ടത്. ആ സമയത്ത് എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ നെഗറ്റീവ് എനർജി മാറ്റിയെടുക്കേണ്ട 30 ദിവസമാണ്. എന്ത് ഏഞ്ചൽ മെസ്സേജാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്നും അടുത്ത 30 ദിവസത്തേക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി മാറ്റേണ്ടതായിട്ടുണ്ട്. ബ്ലാക്ക് മാജിക് എന്ന് കേൾക്കുമ്പോൾ പേടിക്കാതിരിക്കുക. ഓക്കെ, ഒരു പേഴ്സൻ്റെ സാന്നിധ്യം കാണിക്കുന്നുണ്ട്. നെഗറ്റീവ് എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ മേ ബി ഫ്രണ്ട്സിലോ ഫാമിലി മെമ്പേഴ്സിലോ. ഓക്കെ, റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് ആരെങ്കിലും ഇടയ്ക്ക് വന്ന് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. സോ ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഈ ഒരു നെഗറ്റിവിറ്റിയെങ്കിലും മാറ്റിയെടുത്ത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒന്ന് കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ആരായിട്ടൊരു വാക്ക് തർക്കത്തിനോ പ്രശ്നങ്ങൾക്കോ പോകാതിരിക്കുക. ഓക്കെ, പല പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സ്പിരിച്വൽ വേയിൽ വരും, സ്പിരിച്വൽ ജേർണിയിലാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു ക്ലാരിറ്റി അടുത്ത 30 ദിവസത്തിൽ നിങ്ങൾക്ക് കിട്ടട്ടെ. ഒരു ജോലി അല്ലെങ്കിൽ ഒരു സാമ്പത്തികപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടട്ടെ. ഓക്കെ, ആ റിലേഷൻഷിപ്പിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. ഫാമിലിയിലൊരു സന്തോഷം, അത് ഓഫ് കോഴ്സ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സോ കുട്ടികളുടെ സ്റ്റഡീസോ അങ്ങനെ സ്റ്റഡീസ് റിലേറ്റഡൊക്കെ പോസിറ്റീവാണ്. എക്സാംസൊക്കെ ഉള്ളവർക്കും പോസിറ്റീവാണ്. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.